സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവമംഗലത്ത് വലിയ സന്തോഷം അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ധർമ്മന്റെ വിവാഹം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പെണ്ണ് കാണാൻ പോയ ധർമ്മൻ ഇപ്പോൾ കല്യാണമൊക്കെ ഉറച്ചു കഴിഞ്ഞപ്പോഴേക്കും അതുമായി സെറ്റായിട്ടുണ്ട്. ധർമ്മന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ അമ്മയും ഏട്ടന്മാരും ഏട്ടത്തിമാരും ഒക്കെ ഈ കല്യാണത്തിന് തന്നോടൊപ്പം സഹകരിക്കണം എന്നുള്ളതായിരുന്നു. അത് ധർമ്മൻ അങ്ങോട്ട് പറയുന്നതിന് മുൻപ് തന്നെ അനന്തനും അച്യുതനും ധർമ്മനോട് പറയുന്നുണ്ട്, നിന്റെ ഏട്ടന്മാരാണ് ഞങ്ങൾ, നിന്റെ കല്യാണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോൾ ആര് കല്യാണം നടത്തിയാലും ഞങ്ങളത് കാര്യമാക്കുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കുടുംബം മുഴുവൻ നിന്റെ കല്യാണത്തിന് മുൻപിൽ നിന്നുകൊണ്ട് സഹകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തന്റെ ആദ്യ വിവാഹം മുടക്കിയത് ഏട്ടന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കല്യാണത്തിന് എന്തെങ്കിലും പാര വെക്കും എന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു ധർമ്മൻ. എന്നാൽ ഇപ്പോൾ അനന്തന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേട്ടത് ധർമ്മന് ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അനന്തന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് അവിശ്വസനീയതയോടെ ധർമ്മൻ അച്യുതന്റെയും അനന്തന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കുമ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, അതേടാ ധർമ്മ, നീ അമ്പരക്കൊന്നും വേണ്ട, നീ ഞങ്ങളുടെ അനിയനാണ്. നിന്റെ കല്യാണം ഏറ്റവും ഭംഗിയായി നടന്ന് കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ആഘോഷമാക്കാം, ഞങ്ങൾ മുൻപിലുണ്ടാവും. ഇത് കേൾക്കുമ്പോഴേക്കും പാവം ധർമ്മന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ടാവുകയാണ്. എന്നാൽ അനന്തനും അച്യുതനും ചേർന്ന് ഇതിന്റെ പിൻപിൽ ഒരു ചതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യത്തിൽ ധർമ്മൻ മനസ്സിലാക്കുന്നതേയില്ല. ധർമ്മൻ ഈ വിവരം ഓടിച്ചെന്ന് ദേവമംഗലത്തൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ദേവമംഗലംകാരും ഇത് കേട്ട് ഞെട്ടുകയാണ്. ഒടുവിൽ വലിയ സന്തോഷത്തോടുകൂടി വിവാഹവേദിയിലേക്ക് ധർമ്മൻ എത്തുകയാണ്. ധർമ്മൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ബാലനും ഗോമതിയും ആര്യനും മിത്രയും ഒക്കെ വിവാഹവേദി അലങ്കരിക്കുവാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് ആ അലങ്കാര പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം മുഹൂർത്തത്തിന്റെ സമയം അടുക്കുന്നു. ഈ സമയത്ത് അനു ആകാശിനെ വിളിച്ച് പറയുന്നുണ്ട്, അതെ, മാമനെ കൂട്ടി ഞങ്ങൾ അവിടേക്ക് എത്തുകയാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് മീനാക്ഷിയും വിളിച്ചുകൊണ്ട് ആകാശ് ധർമ്മനെ സ്വീകരിക്കുവാൻ വേണ്ടി പുറത്തേക്ക് വരുന്നുണ്ട്. വിളിക്കപ്പെട്ട അതിഥികളെയൊക്കെ സ്വീകരിക്കുവാൻ ആര്യനും മിത്രയും നേരത്തെ തന്നെ ഈ വിവാഹവേദിക്ക് പുറത്ത് നിലയുറപ്പിച്ചിട്ടുമുണ്ട്. തുടർന്ന് കാണുന്നത് ധർമ്മൻ അവിടേക്ക് എത്തുന്നു. ധർമ്മനെ ആകാശും ആര്യനും മിത്രയും മീനാക്ഷിയും കൂടി ചേർന്നിട്ട് ആനയിച്ച് കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും ഏറെക്കുറെ വന്നു കഴിഞ്ഞു. ധർമ്മൻ കതിർമണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ഇതുവരെയും വന്നിട്ടില്ല. ഏകദേശം മുഹൂർത്തത്തിന്റെ സമയം അടുക്കാറായപ്പോഴേക്കും ഗോമതിയുടെയും ബാലന്റെയും മുഖത്ത് വല്ലാത്ത പരിഭ്രാന്തി നിഴലിടുവാൻ തുടങ്ങി. ഗോമതി ദേവിയോട് ചോദിക്കുന്നുണ്ട്, ദേവി, ഇതുവരെയും അവർ വന്നില്ലല്ലോ, അധികം ദൂരത്തൊന്നും അല്ലല്ലോ, ഇവിടെ അടുത്ത് തന്നെയുള്ള ആൾക്കാരല്ലേ, എപ്പോഴേ അവർക്ക് ഇവിടെ എത്താനുള്ള സമയം കഴിഞ്ഞല്ലോ, എന്തുപറ്റി, ഇനി എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? അമ്മയൊന്ന് സമാധാനമായിരിക്കും, സമയം അല്പം കൂടി ഉണ്ടല്ലോ, അവർ കൃത്യസമയമാകുമ്പോഴേക്കും ഇനി എത്തിക്കൊള്ളും. എന്നാലും ദേവി, ഒരു കല്യാണം മുടങ്ങിയതല്ലേ, ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോഴും അറപ്പുണ്ടാകുമെന്ന് പറയുന്നത് പോലെ എൻ്റെ മനസ്സിൽ അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കും എന്നങ്ങ് പറയുകയാണ്. അങ്ങനെയൊന്നും വരില്ല, അമ്മ സമാധാനമായിരിക്കും എന്ന് പറഞ്ഞ് ഗോമതിയെ വീണ്ടും ദേവി ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വല്ലാത്തൊരു ടെൻഷനോടെ ഗോമതി അവിടെ നിന്ന് ഇറങ്ങി ബാലന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഗോമതിയുടെ മുഖം കണ്ടിട്ട് ബാലൻ ചോദിക്കുകയാണ്, എന്താ ഗോമതി, നിനക്കെന്തു പറ്റി? നിന്റെ മുഖത്തെന്താ വല്ലാത്തൊരു പരിഭ്രാന്തി പോലെ? ബാലേട്ടാ, എനിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട്, ഇതുവരെയും പെണ്ണിന്റെ വീട്ടുകാരും വന്നിട്ടില്ല. ഗോമതി, അതിന് സമയമായില്ലല്ലോ, നീ വിഷമിക്കാതിരിക്കെ, അവരിഞ്ഞു വന്നോളും. എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ അവർ വിളിച്ചു പറയുമായിരുന്നല്ലോ. നമ്മൾ ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യവും അവരോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കേട്ട് അംഗീകരിച്ച ആൾക്കാരല്ലേ, അതുകൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, അവരെത്തിക്കൊള്ളും, നീ സമാധാനമായിരിക്കും. ശരിയാ ബാലേട്ട, ബാലേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തോ എൻ്റെ മനസ്സിലൊരു ഭയം പോലെ തോന്നുന്നു. ബാലേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഫോൺ എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ എവിടെയായി എന്നൊന്ന് ചോദിക്കുക. ആ മറുപടി കേൾക്കുമ്പോൾ ഏറെക്കുറെ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഗോമതി, നീ വെറുതെ എന്തിനാ ടെൻഷനാകുന്നേ? നീ സമാധാനമായിരിക്കേ, ഇവിടെ നമ്മളിപ്പോൾ എല്ലാവരും സന്തോഷിക്കേണ്ട സമയമാ. നീ എന്തിനാ ഈ വെപ്രാളപ്പെടുന്നത്? നിന്റെ ഏട്ടന്മാർ എന്തെങ്കിലും കുരുക്കൊപ്പിച്ച് കാണും എന്നുള്ള ചിന്തയിലാണോ? അതിനുള്ള ഒരു സാധ്യതയും ഇല്ല ഗോമതി. കാരണം ആ പെൺകുട്ടിയുടെ അപ്പനോട് ഞാൻ പലയാവർത്തി അതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കോടാലിയുമായിട്ട് അവരവിടെ ചെല്ലും എന്ന്. അദ്ദേഹം അതിനെ ഒന്നും അംഗീകരിക്കത്തില്ലെന്ന് തന്നെ പറഞ്ഞതല്ലേ, പിന്നെന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? നീ ടെൻഷൻ അടിക്കാതെ, അവരിഞ്ഞു വന്നോളും. ഈ ബാലേട്ടനോട് പറഞ്ഞിട്ട്, ബാലേട്ടന്റെ മനസ്സ് പോലെ അല്ല എൻ്റെ മനസ്സ്, എനിക്ക് അധികം ഒന്നും താങ്ങാൻ പറ്റില്ല. ബാലേട്ടന് വിളിക്കാൻ കഴിയില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. എടാ ആനന്ദേ, നീ ഇങ്ങോട്ട് വന്നേ, ഒരത്യാവശ്യ കാര്യമുണ്ട്. ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ജിജ്ഞാസയോടെ ആനന്ദ് ഓടി വരുന്നുണ്ട്. എന്തു പറ്റിയമ്മേ, എന്താ പ്രശ്നം? എടാ ആനന്ദേ, മുഹൂർത്തത്തിന്റെ സമയമായി വരികയാണ്, ഇതുവരെയും പെൺകൂട്ടർ ഇവിടെ എത്തിയിട്ടില്ല. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ ആവുന്നു.
നിന്റെ കയ്യിൽ ആ പെൺകുട്ടിയുടെ അച്ഛന്റെ നമ്പരില്ലേ? അതിലേക്ക് ഒന്ന് വിളിച്ചിട്ട് അവരെവിടെയായി, ഇറങ്ങിയോ എന്നൊന്ന് ചോദിക്കും. ആ അതിനെന്താമ്മേ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ആനന്ദ് ആ പെണ്ണിന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആനന്ദ് പറയുകയാണ്, അതെ, കല്യാണ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഗോമതി സ്റ്റോർ ബാലന്റെ മൂത്ത മകനാണ്. ആ എന്തു പറ്റി മോനെ? അല്ല, നിങ്ങളെ ആരെയും ഇതുവരെ ഇവിടെ കണ്ടില്ല. മുഹൂർത്തത്തിന്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ അങ്ങ് എത്തും. ഒരു 5 മിനിറ്റ് മതി. അതിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ഓ ശരി അങ്കിൾ, കാണാഞ്ഞിട്ട് വിളിച്ച കേട്ടോ. ഇത് പറഞ്ഞിട്ട് ആനന്ദ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. അവരിതേ യാത്രയിലാണ്, ഇപ്പൊ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ ബാലൻ ചോദിക്കുന്നുണ്ട്, ഗോമതി നിനക്കിപ്പോ സമാധാനമായോ? ഇനിയെങ്കിലും എവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കാൻ നോക്ക്. എന്റെ ബാലേട്ട, എന്റെ മനസ്സെന്താണെന്ന് ബാലേട്ടന് മനസ്സിലാകുന്നില്ല. അവൻ എന്റെ കുഞ്ഞനുജൻ മാത്രമല്ല, അവന് ഞാൻ അമ്മയുടെ സ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ആകുലതയും ആവലാതിയും ഒക്കെ ഉണ്ടാവും. മാത്രവുമല്ല, ഒരു കല്യാണം മുടങ്ങിയതാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനാകെ തകർന്നു പോകും ബാലേട്ട. അവൻ ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ എനിക്ക് ഭയമാണ്. ഈ ചിന്തകളൊക്കെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അങ്ങ് കയറി വരികയാ. അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് സമാധാനമായി. അവർ പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത് പറഞ്ഞ് ഗോമതി മടങ്ങി പോവുകയാണ്. തുടർന്ന് കാണുന്നത് പെണ്ണിന്റെ വീട്ടുകാർ കല്യാണ സ്ഥലത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. അവരെ കണ്ട മാത്രയിൽ ബാലനും കുടുംബവും പെൺവീട്ടുകാരെ സ്വീകരിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പക്ഷേ ഒരു കല്യാണ ദിവസമായതിന്റെ ഒരു സന്തോഷവും ആരുടെയും മുഖത്ത് കാണുന്നില്ല. എങ്കിലും ഗോമതി കണ്ട മാത്രയിൽ തന്നെ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ബാലനും മക്കളും കൂടി എല്ലാവരെയും സ്വീകരിച്ച് ആനയിച്ച് കല്യാണ മണ്ഡപത്തിനരികിലേക്ക് കൊണ്ടുവരികയാണ്. വരുന്ന വഴിക്ക് ബാലൻ പറയുന്നുണ്ട്, പെട്ടെന്നുള്ള കല്യാണമായതുകൊണ്ടാണ് ചെറിയ സൗകര്യത്തിലൊക്കെ നടത്തേണ്ടി വന്നത്. കുറച്ചുകൂടി സമയം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ ഓഡിറ്റോറിയം എടുത്തിട്ട് ഗംഭീരമായിട്ട് നടത്താമായിരുന്നു. ഇതിപ്പോൾ ഈ സമയത്ത് ഈ ചെറിയ ഓഡിറ്റോറിയം മാത്രമേ കിട്ടിയുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും തോന്നരുത് കേട്ടോ. ഇത് കേട്ടിട്ടും പെണ്ണിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവുമില്ല. അവർ ഗൗരവത്തോടു കൂടി തന്നെയാണ് അകത്തേക്ക് നടക്കുന്നത്. തുടർന്ന് കാണുന്നത് പെൺകുട്ടിയുടെ അച്ഛൻ കൂടെയുള്ളവരോടും തന്റെ ഭാര്യയോടുമായി പറയുകയാണ്, നമ്മുടെ ബന്ധുക്കളൊക്കെ ദേ അവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് വേഗത്തിൽ ബാലനെ കടന്ന് അവർ മുൻപോട്ട് നടന്നു പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് ബാലനും കൂടെയുള്ളവരും ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. ബാലന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് രാമേട്ടനാണ്. രാമേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് ബാലൻ പറയുകയാണ്, ഇതെന്താ രാമേട്ട ഇങ്ങനെയൊക്കെ? ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരൊന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. മാത്രവുമല്ല, ബന്ധുക്കൾ അവിടെയാണെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. ആരെ കാണാൻ വേണ്ടിയാണ് അവരങ്ങോട്ട് പോയിരിക്കുന്നത്? അപ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട്, അത് അവരുടെ ആരെങ്കിലും ഏറ്റവും അടുത്ത ആൾക്കാർ അവിടെ കാണും ബാല. പിന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അല്ലേ അത്? ഇത്രയും നാളും പൊന്നുപോലെ വളർത്തിയ മകളല്ലേ? ഈ സമയത്ത് ആ മകളെ മറ്റൊരു വീട്ടിലേക്ക് അവർ പറഞ്ഞയക്കുകയാ. എന്ന് വെച്ചാൽ എന്നേക്കുമായി ആ വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് ആ മോള് പറിച്ചു നടപ്പെടാൻ പോവുകയാണ്. അതിന്റെ ഒരു സങ്കടം തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ടാകുമല്ലോ ബാല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. ആ അത് ശരിയാ രാമേട്ട. അനുജയുടെ കല്യാണത്തിന്റെ അന്ന് രാവിലെ ഞാനും ഗോമതിയും ഒക്കെ ഒരുപാട് സങ്കടത്തിലായിരുന്നു. അതുതന്നെയായിരിക്കും അവരുടെയും മനസ്സിൽ. സാരമില്ല. തുടർന്ന് കാണുന്നത് കതിർമണ്ഡപത്തിൽ ഇരിക്കുന്ന ധർമ്മനെയാണ്. ധർമ്മന്റെ ഇരിപ്പ് കണ്ടിട്ട് ആര്യൻ ആകാശിനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ഏട്ടാ? കല്യാണ ദിവസമായിട്ടും മാമന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ആ എടാ, ഒരുപക്ഷേ അമ്മയും ഏട്ടന്മാരും ഒന്നും ഇതുവരെയും ഇവിടേക്ക് എത്താത്തതിലുള്ള സന്തോഷക്കുറവായിരിക്കും. അവരൊക്കെ മാമൻ ഉറപ്പ് കൊടുത്തിരുന്നല്ലോ കല്യാണത്തിനുണ്ടാവും, എല്ലാത്തിൻ്റെയും മുൻപിൽ നിന്ന് സഹകരിക്കുമെന്നൊക്കെ. പക്ഷെ ഇതുവരെയും ഇവിടേക്ക് ആരെയും കാണുവാനും കഴിഞ്ഞില്ല. അതിലുള്ള സങ്കടമായിരിക്കും മാമന്റെ ഉള്ളിലുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ധർമ്മന്റെ അമ്മയും ഏട്ടത്തിമാരും ആ വിവാഹ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇത് കാണുമ്പോഴേക്കും ധർമ്മന്റെ മുഖത്ത് വലിയൊരു പ്രകാശം ഉദിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആകാശ് പറയുകയാണ്, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, മാമന്റെ മുഖത്തുണ്ടായിരുന്ന ആ വലിയ വിഷമം അത് അമ്മയെ കാണാഞ്ഞിട്ട് തന്നെയായിരുന്നു. അമ്മ വന്നു, മാമന്റെ വിഷമവും പോയി. തുടർന്ന് ഗോമതിയും ഇത്രയും കൂടി ഓടിച്ചെന്ന് അമ്മയെയും നന്ദിതയും രാജശ്രീയെയും അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തിയേ, ഏട്ടന്മാർ വന്നില്ലല്ലോ? ആ അവര് വന്നോളും മോളെ, ഞങ്ങൾ മുൻപേ പൊയ്ക്കോളാനാണ് പറഞ്ഞത്. അവരെത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കൃത്യസമയത്ത് ഇങ്ങ് എത്തിക്കോളും. തുടർന്ന് കാണുന്നത് മുഹൂർത്തത്തിന്റെ സമയമായി എന്ന് പറഞ്ഞ് ചടങ്ങുകൾ ആരംഭിക്കുവാൻ വേണ്ടി പൂജാരി ഉറക്കം വിളിച്ചു പറയുന്നതാണ്. ഇത് കേട്ടിട്ട് ബാലൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ സ്റ്റേജിലേക്കൊന്ന് കയറ്. അമ്മ വേണം ധർമ്മന്റെ കൂടെ അവിടെ നിൽക്കാൻ. ഇല്ല ബാല, ധർമ്മന്റെ കൂടെ ഞാൻ നിൽക്കുന്നതിനേക്കാൾ നിൽക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്കാണുള്ളത്. കാരണം ബാലനും ഗോമതിയും കൂടിയാണ് എൻ്റെ മോനെ ഇത്രയും വരെ വളർത്തി വലുതാക്കിയത്. അവൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിൽക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ കയറിക്കോ സ്റ്റേജിലോട്ട്. ഓ ശരിയമ്മേ, പക്ഷേ ഞങ്ങൾ മാത്രം കയറില്ല, അമ്മയും കൂടി അവിടേക്ക് വരണം. ഇത് പറഞ്ഞിട്ട് അമ്മയെയും നന്ദിതയെയും രാജശ്രീയെയും കൂടി കൂട്ടിക്കൊണ്ട് ബാലനും ഗോമതിയും സ്റ്റേജിലേക്ക് കയറി പോവുകയാണ്. അവർ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ധർമ്മൻ പൂജാരിയോട് പറയുന്നുണ്ട്, തിരുമേനി,
ഞാൻ എൻ്റെ അമ്മയുടെ കാല് തൊട്ട് ഒന്ന് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കോട്ടെ? അതിനി പറ്റില്ല. കതിർമണ്ഡപത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞു. ഇനി എഴുന്നേൽക്കുവാനുള്ള സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അമ്മയുടെ പാദം തൊട്ട് വണങ്ങിക്കോളാം. അമ്മ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ഒന്നും വേണ്ടടാ ധർമ്മ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെയല്ലമ്മേ, അമ്മയുടെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് അമ്മയെ ധർമ്മൻ വിളിക്കുകയാണ്. അമ്മ അടുത്ത് നിൽക്കുമ്പോൾ അമ്മയുടെ പാദങ്ങൾ തൊട്ട് വണങ്ങുന്നുണ്ട്. തുടർന്ന് ഏട്ടത്തിമാരെയും വിളിച്ചിട്ട് അവരുടെയും പാദം തൊട്ട് ധർമ്മൻ വണങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ പെൺകുട്ടിയെ അതിന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ചേർന്ന് കതിർമണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് ധർമ്മന്റെ അടുത്തിരുത്തുകയാണ്. പക്ഷേ അവരുടെ ഒന്നും മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. പെൺകുട്ടിയുടെ മുഖത്തും ഒരു സന്തോഷവും തോന്നുന്നില്ല. തുടർന്ന് കാണുന്നത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള സംസാരമാണ്. പെണ്ണിന്റെ അമ്മ വല്ലാത്തൊരു സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി അച്ഛനോട് പറയുകയാണ്, നിങ്ങൾക്ക് അവരെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു ഈ കല്യാണം നടക്കില്ലെന്ന്. എന്തിനാ നമ്മുടെ മോളെ ഇങ്ങനെ ഒരുക്കി കെട്ടി ഇന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിരുത്തിയത്? എൻ്റെ കുഞ്ഞിന്റെ ഭാവിയാണ് നശിച്ചു പോകുന്നത്. ഒരമ്മയായി എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല. എടി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പെണ്ണും ചെക്കനും തമ്മിൽ കണ്ടു. പെണ്ണിന് ചെക്കനെ ഇഷ്ടപ്പെടുകയും ചെയ്തു, വാക്കു പറയുകയും ചെയ്തു. ആണുങ്ങൾ വാക്കു പറഞ്ഞിട്ട് അതിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓ, നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കാണ് വലുത്. പക്ഷേ ഇവിടെ ഇല്ലാതെയായി പോകുന്നത് എൻ്റെ കുഞ്ഞിന്റെ ജീവിതമാണ്. വിവാഹവേദിയിൽ നിന്നുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് ഗോമതിയും ഗോമതിയുടെ അമ്മയും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. അവർ അമ്പരപ്പോടുകൂടി ആ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഗോമതിയും അമ്മയും അവരെ ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അവർ ശബ്ദം താഴ്ത്തി സംസാരിക്കുകയാണ്. പെൺകുട്ടിയുടെ അമ്മ വളരെ കർക്കശത്തോടുകൂടി അയാളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മുഹൂർത്തത്തിന് സമയമാകുന്നു. താലി കെട്ടുവാൻ വേണ്ടി പൂജാരി പറയുമ്പോൾ പെട്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയാണ്, ഇല്ല, ഈ വിവാഹം നടക്കില്ല, താലി കെട്ടാൻ പാടില്ല. ഇത് കേൾക്കുമ്പോഴേക്കും ബാലനും ഗോമതിയും കൂടെയുള്ളവരും ആ വേദിയിലുള്ള മുഴുവൻ ആൾക്കാരും ഒന്ന് അമ്പരക്കുകയാണ്. ബാലൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇല്ല, ഈ വിവാഹം നടക്കില്ല, ഇത് നടക്കാൻ പാടില്ല. ഇത്രയും കേൾക്കുകയും ഇരുന്ന ഇരിപ്പിൽ നിന്നും പെട്ടെന്ന് പെൺകുട്ടി ചാടി എഴുന്നേറ്റ് അമ്മയുടെയും അപ്പന്റെ അരികിലേക്ക് അങ്ങ് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് ബാലൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇല്ല, ഈ വിവാഹം ഒരു കാരണവശാലും നടക്കില്ല. ഞങ്ങൾക്ക് ഈ വിവാഹം നടത്തുവാൻ താല്പര്യമില്ല. നിങ്ങൾ വിവാഹം നടത്തുവാൻ താല്പര്യമുള്ളത് കൊണ്ടല്ലേ ഞങ്ങളോട് വാക്കു പറഞ്ഞത്? അതിൻ പ്രകാരമല്ലേ ഞങ്ങൾ ഈ ഹോള് ബുക്ക് ചെയ്യുകയും ഇവിടെ ഒരുങ്ങി വരികയും ചെയ്തത്? നിങ്ങൾ പെൺകുട്ടിയെ ഒരുക്കിക്കൊണ്ട് ഇവിടെ വന്നതിന്റെ അർത്ഥം എന്താണ്? വിവാഹം നടത്താൻ വേണ്ടി തന്നെ അല്ലേ? പിന്നെ എന്താണ് അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, അവസാന നിമിഷത്തിലാണ് ഞങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞത്. അതൊന്നും ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് പരസ്യമായി വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. വിവാഹം നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അതിനുള്ള വാക്കും തന്നിരുന്നു. എന്നാൽ ഇവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളും തിരിച്ചറിഞ്ഞത്. എൻ്റെ മകളുടെ ഭാവി വെച്ചുകൊണ്ടുള്ള കളിയാണിത്. അതിന് ഞാൻ തയ്യാറല്ല. അപ്പോൾ ബാലൻ പറയുകയാണ്, അതെ, പെണ്ണ് കാണാൻ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. എനിക്കൊരു പലചരക്ക് കടയാണ്. ആ പലചരക്ക് കടയിലെ സാധനം എടുത്തു കൊടുപ്പുകാരനായിട്ടാണ് ഇവൻ നിൽക്കുന്നത് എന്ന് ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ സത്യം അതല്ല. എൻ്റെ മകൻ ആകാശും ഈ ഇരിക്കുന്ന ധർമ്മനും കൂടിയാണ് ആ കട നോക്കി നടത്തുന്നത്. അവൻ അവിടുത്തെ വെറുമൊരു തൂക്കിക്കൊടുപ്പുകാരനാണ് എന്ന രീതിയിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെയും സംസാരിച്ചതാണ്. ഒരു കള്ളങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇതുവരെയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതും ഞാൻ പറയാത്തതുമായിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അത് നിങ്ങൾ തുറന്നു പറ. ബാല, എൻ്റെ മകളുടെ ആദ്യത്തെ കല്യാണമാണ്. എനിക്ക് ഒറ്റ മകൾ മാത്രമേ ഉള്ളൂ. അവളുടെ ഭാവി ഒരിക്കലും കളഞ്ഞു കുളിക്കുവാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ഞങ്ങളുടെ ചെറുക്കൻ രണ്ടാം കെട്ടുകാരനല്ലല്ലോ, അവൻ്റെയും ആദ്യത്തെ വിവാഹം തന്നെയാണ്. ഞങ്ങൾ നിങ്ങളോട് പറയാതെ എന്ത് കാര്യം ഒളിപ്പിച്ചെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് തുറന്നു പറ. ഇതൊക്കെ കേട്ടുകൊണ്ട് ആകെപ്പാടെ അമ്പരന്ന് നിറകണ്ണുകളോടുകൂടി ഇരിക്കുകയാണ് ആ കതിർമണ്ഡപത്തിൽ ധർമ്മൻ. ഈ സമയത്ത് ആവർത്തിച്ചാവർത്തിച്ച് ബാലൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാരണത്താലാണ് ഈ വിവാഹത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നത് എന്ന് അതൊന്ന് തുറന്നു പറയണം. പക്ഷേ അയാളത് പറയുന്നില്ല. ഉടനെ മീനാക്ഷി ബാലനോട് പറയുകയാണ്, അച്ഛാ, കൂടുതൽ ഇനി ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുകയും പറയുകയും വേണ്ട. എന്തായാലും വിവാഹത്തിന് അവർ വാക്ക് നൽകിയതാണ്. കതിർമണ്ഡപത്തിലേക്ക് അവർ ഒരുങ്ങി വന്നതുമാണ്. മുഹൂർത്തത്തിന്റെ സമയമായപ്പോൾ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞതിൽ നിന്നും പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചതിയാണ്. ഇതിനുള്ള പരിഹാരം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുക എന്നുള്ളതാണ്. പോലീസ് വരട്ടെ, അവർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ഇത് കേട്ടുകൊണ്ട് പെണ്ണിന്റെ അച്ഛൻ മീനാക്ഷിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ പോലീസ് അല്ല പട്ടാളത്തെ വിളിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല. വരുന്നവരൊക്കെ വരട്ടെ, അവരോട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളാം. ഇത്രയും പറഞ്ഞിട്ട് മകളുടെ കൈയും പിടിച്ച് ആ അച്ഛൻ ആ കതിർമണ്ഡപത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നങ്ങ് പോവുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് ധർമ്മനാകെ അമ്പരന്നിരിക്കുന്നു. മറ്റുള്ളവരെല്ലാവരും പകച്ചു നിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ പിൻപിൽ സംഭവിച്ചത്? അതെ, അനന്തന്റെയും അച്യുതന്റെയും കരുനീക്കങ്ങൾ തന്നെയായിരുന്നു.
ധർമ്മന്റെ വിവാഹം മുടക്കുവാനുള്ള കുത്തിത്തിരിപ്പുമായിട്ട് അനന്തനും അച്യുതനും കൂടി ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് തുടർന്ന് കാണുന്നത്. അവർ പെൺവീട്ടിലേക്ക് ചെന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അനന്തൻ ചോദിക്കുകയാണ്, അതെ, ഞങ്ങളുടെ അനുജന് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചു, ഡേറ്റും ഫിക്സ് ചെയ്തു, ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുൻപോട്ടിറങ്ങി തിരിച്ചത്? അപ്പോൾ പെണ്ണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ കാര്യമായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നു. സത്യസന്ധമായി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ആ കുടുംബത്തോട് താല്പര്യം തോന്നി. അതുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അന്നേരം തന്നെ ഞങ്ങൾ വാക്ക് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ ധർമ്മന്റെ ഏട്ടന്മാരല്ലേ? നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങൾ ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ബാലനത് പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങളല്ലേ നിങ്ങളുടെ അനിയന്റെ കല്യാണം മുൻപിൽ നിന്ന് നടത്തി കൊടുക്കേണ്ടത്? ആ നിങ്ങൾ തന്നെ അവന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കൾ സ്വന്തം കൂടപ്പിറപ്പിന്റെ കല്യാണം മുടക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇതൊന്നും നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ്. അപ്പോൾ അച്യുതൻ, അയ്യോ ചേട്ടാ, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ബാലൻ നിങ്ങളെ കാര്യമായിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ചേട്ടൻ. എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ സമനില ചിലപ്പോൾ നഷ്ടപ്പെടും. പിന്നീട് നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ തിരിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോൾ നിർത്തിയിട്ട് മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. ചേട്ടാ, ചേട്ടനൊന്ന് സമാധാനപ്പെട്. ഞങ്ങളൊന്ന് പറയട്ടെ, അതൊന്ന് കേൾക്ക്. ധർമ്മൻ ഞങ്ങളുടെ അനിയനാണ്. അവന് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊരിക്കലും വിലങ്ങുതടിയായി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല. പക്ഷേ നിരപരാധികളായ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചതിക്കപ്പെടരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അനിയനോട് ഇപ്പോഴും ഞങ്ങൾക്ക് സ്നേഹം തന്നെയാണ്. പക്ഷേ ചേട്ടന്റെ മകള്, ആ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. ഒന്നും അന്വേഷിക്കാതെ അവൻ പറയുന്നത് കേട്ടുകൊണ്ട് ചാടി പുറപ്പെട്ട നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് സ്വന്തം സഹോദരനാണെങ്കിലും ഞങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ബാലൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും ബാലൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ല. ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും ബാലനും ഗോമതിയും മക്കളും കൂടി ഈ വീട്ടിൽ വന്നിരുന്നു പറഞ്ഞു. അതാണ് അവരുടെ സത്യസന്ധത. എന്നാൽ ചേട്ടാ, അവർ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഞങ്ങൾ തുറന്നങ്ങ് പറയുകയാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഞങ്ങൾ അറിഞ്ഞിരുന്നു കൊണ്ട് ആരെയും വഞ്ചിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. ബാലനും ഗോമതിയും പറയാത്തൊരു സത്യം ഞങ്ങൾ നിങ്ങളോട് പറയാം. ധർമ്മന് ഒരിക്കലും നിങ്ങൾക്കൊരു പേരക്കുട്ടിയെ സമ്മാനിക്കാൻ കഴിയില്ല. അതിന് പറ്റാത്ത തരത്തിലുള്ള ചില ശാരീരിക പ്രശ്നങ്ങൾ ഞങ്ങളുടെ അനിയനുണ്ട്. ഇത് മറച്ചു വെച്ചിട്ട് നിങ്ങളെ ചതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും ക്ഷമിക്കുന്നൊരു കാര്യമല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ എല്ലാം പറഞ്ഞ ബാലനും ഗോമതിയും അത് പറയാൻ തയ്യാറായില്ല. അതവർ പറയില്ല. ഇത്രയും കേൾക്കുമ്പോഴേക്കും പെണ്ണിന്റെ അച്ഛനും അമ്മയും ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ വീണ്ടും അച്യുതൻ പറയുകയാണ്, ഞങ്ങളുടെ അനിയന് ഞങ്ങളും കല്യാണം ആലോചിക്കുന്നുണ്ട്. പക്ഷേ ചെല്ലുന്ന ഓരോ സ്ഥലങ്ങളിലും ആദ്യം ഈ കാര്യമാണ് ഞങ്ങൾ തുറന്നു പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഏതെങ്കിലും പെൺകുട്ടികൾ അത് ഉൾക്കൊണ്ട് അവനോടൊപ്പം ജീവിതം പങ്കിടുവാൻ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അല്ലാത്തിടത്തോളം എല്ലാം ചതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവന് വേണ്ടി ആലോചിച്ചിരുന്നത് ഒരു രണ്ടാം കെട്ടുകാരി പെൺകുട്ടിയെയാണ്. പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തു വേണമെന്ന്. ഇതെല്ലാം കേട്ടിട്ടും ഈ വിവാഹം നടത്തിക്കൊടുക്കുവാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഞങ്ങൾക്കും അതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ആ പെൺകുട്ടി ത്യാഗ മനോഭാവമുള്ള കുട്ടിയാണ്. നിങ്ങൾക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ കല്യാണം നമുക്ക് നടത്താം. നിങ്ങളുടെ മകൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അവളെ ഞങ്ങൾ സ്നേഹത്തോടെ പൊന്നുപോലെ സംരക്ഷിച്ചു കൊള്ളാം. ഇത്രയും പറഞ്ഞിട്ട് അനന്തനും അച്യുതനും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇരുവരും മടങ്ങിപ്പോയതിനു ശേഷം ആ വീട്ടിലെ അന്തരീക്ഷം ഒരു മരണ വീടിൻ്റെതായി മാറി. പരസ്പരം സംസാരങ്ങളില്ല. ആകെക്കൂടി അസ്വസ്ഥതയിലായി ആ അച്ഛൻ തൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അമ്മയാവട്ടെ ജീവൻ പോയാലും തൻ്റെ മകളെ ധർമ്മന് കെട്ടിച്ചു കൊടുക്കില്ല എന്നുള്ള വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ വിവാഹ ദിവസം അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അമ്മ ഒരുങ്ങി ആ പെൺകുട്ടിയോടൊപ്പം കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയത്. എന്നാൽ മുഹൂർത്തത്തിന് തൊട്ടു മുമ്പും ആ സ്ത്രീ തൻ്റെ മകളെ ഓർത്ത് വേദനപ്പെടുന്നത് കണ്ടപ്പോൾ അവസാന നിമിഷത്തിൽ അദ്ദേഹം തൻ്റെ തീരുമാനം മാറ്റുകയും മകളെ വിളിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയുമാണ് ഉണ്ടായത്. ഇതൊക്കെയാണ് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ആകെക്കൂടി പെണ്ണിന്റെ വീട്ടുകാർക്കും അച്യുതനും അനന്തനും മാത്രമേ ഇതേക്കുറിച്ച് അറിയുള്ളൂ.
പെൺവീട്ടുകാർ മടങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ട് ധർമ്മൻ ബാലന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അളിയ, എന്തിനാളിയ എന്നെ കൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ വേഷം കെട്ടിക്കുന്നത്? ആദ്യത്തെ കല്യാണം മുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇനി എനിക്ക് വേണ്ടി ഒരു കല്യാണം നിങ്ങൾ നോക്കണ്ട എന്ന്. പക്ഷേ അളിയൻ അത് സമ്മതിച്ചില്ല. അളിയൻ മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും എന്നെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നതാണ്. വേണ്ടായിരുന്നു അളിയ, എനിക്കിനി ജീവിച്ചിരിക്കുവാൻ തന്നെ താല്പര്യമില്ല. ധർമ്മന്റെ കരച്ചിൽ കണ്ടിട്ട് അമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നില്ല. എല്ലാ ജനങ്ങളും കാണെ ആ അമ്മയും പരസ്യമായി വിങ്ങിപ്പൊട്ടുകയാണ്. ഈ സമയത്ത് അനന്തനും അച്യുതനും അലോകും കൂടി ഈ വിവാഹ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഒന്നും അറിയാത്ത പഞ്ചപാവങ്ങളെ പോലെയാണ് വരുന്നത്. ധർമ്മൻ കണ്ണുനീരോടുകൂടി നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അനന്തൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയടാ നിനക്ക്? നീ എന്തിനാണ് കരയുന്നത്? നിന്റെ വിവാഹം കഴിഞ്ഞോ? എവിടെ പെൺകുട്ടി? നിന്റെ കല്യാണത്തിന് ഞങ്ങളും ഉണ്ടാകുമെന്ന് നിനക്ക് വാക്ക് തന്നതല്ലേ? അതുകൊണ്ട് ഞങ്ങൾ നിന്റെ കല്യാണത്തിന് വന്നതാണ്. എന്തു പറ്റി ഇവിടെ എല്ലാവരും അമ്പരന്ന് നിൽക്കുന്നു? പെട്ടെന്ന് അനന്തന്റെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് നന്ദിത പറയുകയാണ്, ഒന്നും അറിയാത്തതുപോലെ നാടകം കളിക്കരുത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നന്ദിതേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവിടെ എന്തു സംഭവിച്ചെന്നാണ്? അപ്പോൾ മറ്റൊരാൾ പറയുകയാണ്, കല്യാണം മുടങ്ങി ചേട്ടാ. പെണ്ണിന്റെ വീട്ടുകാർ മടങ്ങി പോവുകയും ചെയ്തു. കല്യാണം മുടങ്ങിയെന്നോ? അതെന്തു പറ്റി കല്യാണം മുടങ്ങാൻ കാരണം? ആരാണ് എൻ്റെ അനിയന്റെ കല്യാണം മുടക്കിയത്? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എത്ര ചോദിച്ചിട്ടും കാര്യം അവർ പറഞ്ഞുമില്ല. അവരവരുടെ കൊച്ചിനെയും കൊണ്ട് മടങ്ങിപ്പോയി. ഇനിയിപ്പോൾ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുഞ്ഞിന്റെ തലവിധി. അമ്മയുടെ മോന്റെ തലവിധി അല്ല ഇത്. ഒരുത്തനുണ്ടല്ലോ വല്ലവന്റെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നവൻ. അവൻ ഒറ്റയൊരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അതെ, ആ ബാലനാണ് ഇതിന്റെ പിൻപിൽ. ഇത്രയും കേൾക്കുകയും അനന്തന്റെയും അച്യുതന്റെയും നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആര്യൻ അങ്ങ് ചാടി ചെല്ലുകയാണ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനാവശ്യം പറയരുത്. നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഉടനെ ആര്യനെ പതിയെ ബാലൻ പിറകിലേക്ക് പിടിച്ചു മാറ്റിയിട്ട് പറയുകയാണ്, വേണ്ടടാ, ഒന്നും പ്രതികരിക്കണ്ട. ഇപ്പം ഒന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ല. ഉടനെ അനന്തൻ വീണ്ടും പറയുകയാണ്, അതെ, എൻ്റെ അനിയന്റെ കല്യാണം അത് മുടങ്ങുമ്പോൾ ഞങ്ങൾക്കും വേദനയുണ്ട്. എടാ, നീ വിഷമിക്കണ്ട. നിന്റെ കല്യാണം ഈ ഏട്ടന്മാരായ ഞങ്ങൾ നടത്തിയിരിക്കും. ഇപ്പോൾ ഇവിടെ വെച്ച് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. നീ ആ മണ്ഡപത്തിലോട്ട് കയറിയിരുന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും ധർമ്മൻ പിന്നെയും ഒന്ന് അമ്പരക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വേണ്ട ഏട്ടാ, നിങ്ങൾ ആരും എന്നെ സഹായിക്കണ്ട. ഈ ജീവിതത്തിൽ എനിക്കിനി ഒരു കല്യാണവും വേണ്ട. എന്നെ വീണ്ടും ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ കെട്ടിക്കും എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന്റെ പിൻപിലുള്ള ഉദ്ദേശം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അളിയനെ തരം താഴ്ത്തുക, അത് മാത്രമേ നിങ്ങളുടെ ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് എനിക്കിനി കല്യാണം വേണ്ട, ഞാൻ കെട്ടുന്നില്ല. പെട്ടെന്ന് അമ്മ പറയുകയാണ്, മോനെ ധർമ്മ, ഈ വയസ്സാം കാലത്ത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തണമെന്ന്. അത് കണ്ടിട്ട് മരിക്കാനാണ് അമ്മ കാത്തിരിക്കുന്നത്. നിന്റെ ഏട്ടന്മാർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് മോൻ അവരുടെ വാക്കനുസരിക്ക് ഖദർ മണ്ഡപത്തിലേക്ക് മോൻ ഒന്നുകൂടി കയറിയിരിക്കെ. ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ അങ്ങനെ നിസ്സഹായതയോടെ ബാലന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലൻ പതിയെ തലകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അനുസരിച്ചോളാൻ. ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ പതിയെ വീണ്ടും ഖദർ മണ്ഡപത്തിലേക്ക് മടങ്ങി കയറുകയാണ്. ഈ സമയത്ത് തന്നെ അച്യുതനും അനന്തനും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവാഹത്തിനു വേണ്ടി അണിഞ്ഞൊരുങ്ങിയ ഒരു പെൺകുട്ടി അവളുടെ അച്ഛൻ്റെയും അമ്മയും ഒപ്പം അകത്തേക്ക് കയറി വരുന്നു. ആ പെൺകുട്ടിയെ കാണുമ്പോഴേക്ക് എല്ലാവരും ഒന്നും ഞെട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് രാജശ്രീ ഒരു അമ്പരപ്പോടെ നന്ദിതയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, ഏട്ടത്തി, ഇത് സുകന്യയല്ലേ? എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾ സുകന്യ. ഇവളെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ സമയത്ത് ഗോമതിയോട് മിത്ര പറയുന്നുണ്ട്, ഇത് ചെറിയമ്മയുടെ അനിയത്തിയുടെ മകൾ സുകന്യയല്ലേ? അത് കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഗോമതി. അപ്പോഴേക്കും അനന്തനും അച്യുതനും അവിടേക്ക് വരുന്നുണ്ട്. അച്യുതൻ പറയുകയാണ്, ഈ പെൺകുട്ടി എൻ്റെ ഭാര്യ രാജശ്രീയുടെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. അവൾ പണ്ടൊന്ന് വിവാഹം കഴിച്ചതാണ്. പക്ഷേ അവളെ വിവാഹം കഴിച്ച ഭർത്താവ് ശരിയല്ലായിരുന്നു. 1 മാസം മാത്രമാണ് അവൾ കഷ്ടിച്ച് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. 8 വർഷമായി വിവാഹബന്ധം വേർപെടുത്തി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ധർമ്മന് വേണ്ടി ഈ പെൺകുട്ടിയെ ഞങ്ങൾ ആലോചിച്ചതാണ്. എടാ ധർമ്മ, നിനക്കിവളെ അറിയില്ലേ? ധർമ്മൻ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, എനിക്കറിയാം. അപ്പോൾ അച്യുതൻ അമ്മയോട് പറയുകയാണ്, അമ്മേ, ഇവൾ നല്ലൊരു കുട്ടിയാണ്. ഇവൾക്കൊരു ജീവിതം കൊടുക്കുന്നത് നല്ലതല്ലേ അമ്മേ? ഇത് കേട്ടുകൊണ്ട് അമ്പരപ്പോടുകൂടി രാജശ്രീ ആ പെണ്ണിന്റെ അമ്മയോട് ചോദിക്കുകയാണ്, ഇതൊക്കെ എപ്പോൾ നടന്നു? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. അത് പിന്നെ മോളെ, നിന്റെ ഭർത്താവും ഭർത്താവിന്റെ ചേട്ടനും കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മോളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കേട്ടപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമായിട്ട് തോന്നി. നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ സമയത്ത് ഞങ്ങൾ അവളെ ഒരുക്കിക്കൊണ്ട് ഇവിടേക്ക് വന്നത്. ഈ സമയത്ത് അനന്തൻ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അമ്മ എന്തു പറയുന്നു? അമ്മയുടെ അഭിപ്രായം എന്താണ്? അത് കേട്ടിട്ട് അമ്മ,
കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നതിൽ എന്താ മോനെ അർത്ഥമുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കല്യാണം കഴിക്കുന്നത് ഞാനല്ലല്ലോ, ധർമ്മനല്ലേ, അവനോട് ചോദിക്ക്. അമ്മ, അവന്റെ മുഖം കണ്ടാലേ അറിയില്ലേ അവന് സമ്മതമാണെന്ന്. മോൾ അങ്ങോട്ട് കയറിയിരുന്നേ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കതിർ മണ്ഡപത്തിലേക്ക് കയറ്റുകയാണ്. തുടർന്ന് താലി ചാർത്തുവാനുള്ള ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ധർമ്മൻ ഗോമതിയെയും ബാലനെയും സ്റ്റേജിലേക്ക് കൈകാട്ടി വിളിക്കുന്നുണ്ട്. ഒരു നിമിഷം ശങ്കിച്ചു നിന്നതിനു ശേഷം ഇരുവരും സ്റ്റേജിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അനന്തൻ കൈയെടുത്ത് തടഞ്ഞിട്ട് പറയുകയാണ്, വേണ്ട, അവിടെ താഴെ നിന്നാൽ മതി, ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ ചെയ്യാൻ. ഇത് കേട്ടുകൊണ്ട് ബാലനും ഗോമതിയും അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോമതി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഗോമതി, നീ എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ധർമ്മന്റെ കല്യാണം നടന്നു കാണണം എന്നായിരുന്നില്ലേ? അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. നമുക്കത് കാണാം, അതല്ലേ സന്തോഷം. ഇത് പറയുമ്പോൾ ആര്യൻ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? ഇത്രയും അപമാനിക്കപ്പെട്ട് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മടങ്ങിപ്പോവാം. ഇല്ലടാ, ഇപ്പൊ പോകാൻ പറ്റില്ല. ധർമ്മന്റെ കല്യാണം കാണുക എന്നുള്ളതായിരുന്നു എന്റെയും ഗോമതിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം. അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. അത് കണ്ടിട്ട് നമുക്ക് പോകാം. തുടർന്ന് കാണുന്നത് താലികെട്ടലാണ്. ധർമ്മൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. അത് കണ്ട് സന്തോഷത്തോടെ വലിയ ആഘോഷത്തിലേക്ക് നീങ്ങുകയാണ് അച്യുതനും അനന്തനും അലോകുമൊക്കെ. ഈ സമയത്ത് ഗോമതിയോട് ബാലൻ പറയുന്നുണ്ട്, ഗോമതി, ധർമ്മന് വേണ്ടി നമ്മളൊരു മാല വാങ്ങിയിരുന്നില്ലേ? ആ മാല ഈ വേദിയിൽ വെച്ച് അവന്റെ കഴുത്തിലേക്ക് ചാർത്തി കൊടുക്കാം. അപ്പോൾ ഗോമതി, അയ്യോ ബാലേട്ടാ, അത് വേണോ? ഇപ്പോൾ തന്നെ പ്രശ്നമാണ്. നമ്മൾ ആ വേദിയിലേക്ക് കയറുന്നത് തന്നെ അവർ വിലക്കിയതാണ്. ഇനിയിപ്പോൾ ഈ മാലയിടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് കയറിയാൽ വീണ്ടും അവർ നമ്മളെ ആക്ഷേപിക്കും. അതുകൊണ്ട് അത് വേണോ? സാരമില്ല ഗോമതി, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. നീ വാ. ഇത് പറഞ്ഞിട്ട് ആ മാലയുമായിട്ട് ബാലനും ഗോമതിയും വേദിയിലേക്ക് കയറുകയാണ്. തുടർന്ന് ആ മാല ധർമ്മന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇതൊന്നും അനന്തനും അച്യുതനും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയത്ത് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി വരുന്നുണ്ട്. ഉടനെ തന്നെ അയാളെ വിലക്കിക്കൊണ്ട് അച്യുതൻ പറയുന്നുണ്ട്, അതെ, ബന്ധുക്കളുടെ ഫോട്ടോയാണ് എടുക്കേണ്ടത്, അല്ലാതെ വലിഞ്ഞു കയറി വന്ന ആൾക്കാരുടെ അല്ല. ഇത് കേട്ടുകൊണ്ട് വാ ഗോമതി, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ബാലൻ ഗോമതിയെയും കൂട്ടിക്കൊണ്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങുകയാണ്. തൊട്ടു പിന്നാലെ ധർമ്മനും ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ധർമ്മ, നീ എവിടേക്കാണ് പോകുന്നത്? അത് എനിക്ക് അളിയന്റെയും പെങ്ങളുടെയും അനുഗ്രഹം വാങ്ങിക്കണം. അത്രയും കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളും കൂടി പോയി അനുഗ്രഹം വാങ്ങിക്ക്. ഇത് കേട്ടുകൊണ്ട് ഇരുവരും ബാലന്റെയും ഗോമതിയുടെയും അരികിലേക്ക് വീണ്ടും ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് ധർമ്മനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗോമതി അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ സമയത്ത് മക്കളൊക്കെ ചേർന്നിട്ട് ഗോമതിയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ആകാശ് പറയുന്നുണ്ട് അനുവിനോട്, അനു, നമ്മൾ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സെൽഫി എടുത്തേ, എന്നിട്ട് നമുക്ക് മടങ്ങിപ്പോകാം. ഇത് പറഞ്ഞ് ഒരു സെൽഫി എടുക്കുന്നുണ്ട്. തുടർന്ന് അവർ മടങ്ങിപ്പോകുവാൻ തുടങ്ങുമ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, അതെ, കല്യാണത്തിന് വന്നവർക്കെല്ലാവർക്കും സദ്യയും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിച്ചില്ലായിരുന്നോ? അനിയന്റെ കല്യാണത്തിന് സദ്യ ഒരുക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് തിന്നിട്ട് പോകാമെന്ന്. ഇപ്പോൾ നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, വേണമെങ്കിൽ തിന്നിട്ട് പോകാം. ഇത് കേട്ടിട്ടും മറുപടി ഒന്നും പറയാതെ വാ ഗോമതി എന്ന് പറഞ്ഞ് ബാലൻ അവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. വീട്ടിലേക്ക് വന്നു കയറിയ ഉടൻ തന്നെ ബാലൻ പറയുന്നുണ്ട്, ഇതിന്റെ പിൻപിൽ വലിയ ചതികൾ നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറഞ്ഞതാണ്. വിവാഹത്തിന് സമ്മതിച്ച് ആ പെൺകുട്ടിയെ ഒരുക്കിക്കൊണ്ട് അവർ വിവാഹവേദിയിൽ എത്തുകയും ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ട് അവർ മടങ്ങിപ്പോയി എന്നുള്ള കാര്യം അത് അന്വേഷിച്ചേ പറ്റൂ. ഇപ്പോൾ തന്നെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പെട്ടെന്ന് ഗോമതി തടഞ്ഞിട്ട് പറയുകയാണ്, ബാലേട്ടാ, ഇപ്പോൾ പോകണ്ട. ധർമ്മൻ ഇതുവരെ മടങ്ങി വന്നില്ല. അവൻ ആ പെൺകുട്ടിയുമായിട്ട് ഇങ്ങോട്ടൊന്ന് മടങ്ങി വരട്ടെ. അവർ കൃഷ്ണമംഗലത്തേക്ക് പോയി കയറട്ടെ. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ആ കാര്യം. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ധർമ്മനും താൻ വിവാഹം കഴിച്ച പെൺകുട്ടിയും കൃഷ്ണമംഗലത്തെ തന്റെ ഏട്ടന്മാരും അമ്മയും എല്ലാം ആ വാതിൽക്കൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ധർമ്മൻ സങ്കടത്തോടെ ദയനീയമായിട്ട് ഗോമതിയുടെ മുഖത്തേക്ക് നോക്കി വിങ്ങിപ്പൊട്ടി കൃഷ്ണമംഗലത്തേക്ക് നടന്നു പോവുകയാണ്. ബാലനും മക്കളും നിസ്സഹായതയോടെ ആ കാഴ്ച നോക്കി നിൽക്കുന്നു. ഏറ്റവും പിറകിലായി അച്യുതനും അനന്തനും അങ്ങനെ തല ഉയർത്തി ജയാളികളെ പോലെ ബാലന്റെ മുഖത്തേക്ക് നോക്കി ഒരു പരിഹാസ ചിരിയും ചിരിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് കയറുന്നു. ഉടനെ ആര്യൻ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകണം. എന്തുകൊണ്ടാണ് അവർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് അത് അറിഞ്ഞിട്ടേ പറ്റൂ. ഉടനെ ബാലൻ പറയുന്നുണ്ട്, ഞാനും കൂടി വരാം. അത് കേട്ടിട്ട് ബാലനെ തടഞ്ഞുകൊണ്ട് ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടൻ പോണ്ട, വെറുതെ അവിടെ പോയി പ്രശ്നമുണ്ടാവും. ആകാശും ആര്യനും കൂടി മാത്രം പോയാൽ മതി. അത് കേട്ടിട്ട് ആനന്ദ് പറയുകയാണ്, ഞാനും കൂടി വരാം. വേണ്ട ഏട്ടാ, ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകാം. ഇവിടെ വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അവരെന്തെങ്കിലും പ്രകോപനമുണ്ടാക്കിയാൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഏട്ടനും കൂടെ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് ആകാശും ആര്യനും ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വിശദമായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അനന്തനും അച്യുതനും അവിടെ ചെന്നിട്ട് ധർമ്മനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഇരുവരോടും പറഞ്ഞു. ഇത് കേട്ടിട്ട് ആകാശും ആര്യനും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കാര്യം ഞങ്ങളോട് പറയാമായിരുന്നു. ഇത്രയും വിഡ്ഢിവേഷം ഞങ്ങളെ കെട്ടിക്കരുതായിരുന്നു. അവസാന നിമിഷം വരെയും ഇത് ഞങ്ങളോട് നിങ്ങൾ മറച്ചു വെച്ചു.
കല്യാണ പന്തലിൽ നിങ്ങളുടെ മകളെ ഒരുക്കിക്കൊണ്ടുവന്നു. എന്തിനായിരുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്കെതിരെ ഞങ്ങൾ നിയമ നടപടിയിലേക്കാണ് ഇപ്പോൾ പോകേണ്ടത്. നിങ്ങൾ പറയുന്ന ഡോക്ടറെ കൊണ്ട് ഞങ്ങളുടെ മാമനെ പരിശോധിപ്പിക്കാം. ആ ഡോക്ടർ പറയട്ടെ ഞങ്ങളുടെ മാമന് കുട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. സ്വന്തം സഹോദരനെ പോലും അവർ ചതിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളത് ഞങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടമായിരിക്കുന്നത്. ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല, അത് ഞങ്ങളുടെ മാന്യത. ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ഇത് പറഞ്ഞ് ഇരുവരും അവിടുന്ന് തിരികെ പോരുകയാണ്. തിരികെ വന്നിട്ട് ബാലനോടും ഗോമതിയോടും സംഭവിച്ച കാര്യങ്ങളെല്ലാം ആകാശും ആര്യനും പറയുന്നുണ്ട്. ഇത്രയും കേൾക്കുമ്പോഴേക്കും ഗോമതി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഗോമതി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ കൃഷ്ണമംഗലത്തേക്ക് പോകാൻ പോവുക. രക്തബന്ധമാണ് എന്ന് പോലും ചിന്തിക്കാതെ എൻ്റെ ധർമ്മനെ അവർ കബളിപ്പിച്ചു. ഇനി അവർ എൻ്റെ ഏട്ടന്മാരല്ല, അവന്മാരുടെ കരണം ഞാൻ തല്ലിപ്പൊട്ടിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ബാലൻ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഗോമതി നീ അവിവേകം ഒന്നും കാണിക്കരുത്. അവിടേക്ക് ഒരു പുതിയ പെൺകുട്ടി വന്നിരിക്കുകയാണ്. അവരുടെ അടുക്കൽ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല ബാലേട്ടാ, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. അവൻ എൻ്റെ ആങ്ങളെയല്ല, എൻ്റെ മകൻ തന്നെയാണ്. അവന് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയട്ടെ. ഞാൻ ഇപ്പോൾ തന്നെ പോകും. ഗോമതി എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറയുന്നു, നീ ഒന്ന് അനുസരിക്കേ. ധർമ്മൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തിയതാണ്. വിവാഹത്തിന്റെ ആദ്യ ദിനമാണെന്ന്. ഇന്ന് ആ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കി ആ പെൺകുട്ടിയെയും അവനെയും മാനസികമായി വിഷമിപ്പിക്കണ്ട. നമ്മൾ അവിടെ ചെന്ന് എന്ത് കാണിച്ചാലും നിന്റെ ഏട്ടന്മാർക്ക് യാതൊരു സങ്കടവും ഉണ്ടാവില്ല. അവർ ജയിച്ചവരെ പോലെ നിൽക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ബാധിക്കുന്നത് ധർമ്മനെയും ആ പെൺകുട്ടിയുമായിരിക്കും. അതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് അവസരമുണ്ട്. തൽക്കാലം ഇപ്പോൾ പോകണ്ട. ഞാൻ ചോദിച്ചോളാം ഗോമതി, ബാലൻ ആരാണെന്ന് നിന്റെ ഏട്ടന്മാർ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് വളരെ രോഷത്തോടെ ബാലൻ തന്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ്. ഇനി എന്താണ് ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും സംഭവിക്കാൻ പോകുന്നത്? ഇരു കുടുംബങ്ങളും തമ്മിലുള്ള കാലങ്ങളായി നിലനിൽക്കുന്ന കുടിപ്പക അത് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.